വെൽക്കം. റഹ്മാനാണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിൽ നമ്മൾ നെർവസ് സിസ്റ്റം വീഡിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ അബൌട്ട് പോൺസ് ആൻഡ് വൺ അബൌട്ട് മിഡ് ബ്രെയിൻ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ആദ്യ ഭാഗം മെഡുല്ല ആയിരുന്നു എന്ന് നമുക്കറിയാം. മെഡുല്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്ത ഭാഗം പോൺസും മിഡ് ബ്രെയിനും ആണ് നമുക്കിനി പറയേണ്ടത്. സോ പോയിന്റ് നമ്പർ 1, പോൺസ് ഇസ് ദ മിഡ് പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിന്റെ 3 ഭാഗങ്ങൾ, ഇതാണ് മിഡ് ബ്രെയിൻ, ഇതാണ് മെഡുല. ഇപ്പോൾ നടുവിൽ ആണ് പോൺ. സോ ഇറ്റ്സ് ദ മിഡിൽ പാർട്ട്. മിഡിൽ പാർട്ട് ആണെന്ന് നമുക്ക് എഴുതാമല്ലോ. മിഡിൽ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം നമുക്ക് എഴുതാം. ആൻഡ് ഇത് എവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ സെയിം പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിലാണ്. മെഡുല ഇരുന്നതും അവിടെ തന്നെയാണ്. സോ പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിലാണ് ഇത് ഇരിക്കുക. മുകളിൽ മിഡ് ബ്രെയിൻ ആണെന്ന് എഴുതാം, അല്ലെ? മുകളിൽ മിഡ് ബ്രെയിൻ ആണെന്ന് എഴുതാം. താഴെ മെഡുല്ലയാണെന്ന് നമുക്ക് എഴുതാം. ആൻഡ് പിറകിൽ ഇപ്പം എന്തുണ്ടെന്ന് ചോദിച്ചാൽ, പിറകിൽ ഉള്ളത് ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. ഫോർത്ത് വെൻട്രിക്കിൾ പിറകിലുണ്ട്. അതിന്റെ പുറകിൽ സെറിബെല്ലവും ഉണ്ട്. സെറിബെല്ലം ആൻഡ് ഫോർത്ത് വെൻട്രിക്കിൾ പുറകിലുണ്ട്. സോ ഇതെല്ലാം ഹൈൻഡ് ബ്രെയിന്റെ ഭാഗമാണ്. ഹൈൻഡ് ബ്രെയിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഒന്ന് പോൺസ് ആണ്, ഒന്ന് മിഡ് ബ്രെയിൻ ആണ്, ഒന്ന് അതിന് ചുറ്റുമുള്ള സെറിബെല്ലമാണ്. അപ്പോൾ ഇത് വരില്ല, മിഡ് ബ്രെയിൻ അവിടെ വരത്തില്ല. ഇനി സെക്കൻഡ് പോയിന്റ് ഈസ് അബൌട്ട് ഇറ്റ്സ് സൈസ്. സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2.5 സെന്റിമീറ്റർ നീളം ഉണ്ട് എന്ന് നമുക്ക് എഴുതാം. എല്ലാ സൈഡിൽ നിന്ന് നോക്കിയാലും ഈ സംഭവം കോൺവെക്സ് ആണ്. സോ കോൺവെക്സ് ഫ്രം ഓൾ സൈഡ്സ്. ഇനി ഒരു മുൻഭാഗമുണ്ട്, ആന്റീരിയർ സൈഡ് ഉണ്ട്, അതിന്റെ ഒരു പുറകു ഭാഗമുണ്ട്, അത് പോസ്റ്റീരിയർ സൈഡ് ആയിരിക്കും. സോ ആന്റീരിയർ സൈഡ്, പോസ്റ്റീരിയർ സൈഡ്, ഓർ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്. ദെൻ ഒരു മുകൾ ഭാഗമുണ്ട്. മുകൾ ഭാഗം അപ്പർ ബോർഡർ ആണ്, ബോർഡർ ആൻഡ് എ ലോവർ ബോർഡർ. അപ്പർ ബോർഡർ ആൻഡ് ലോവർ ബോർഡർ ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് മുൻഭാഗത്ത് ആന്റീരിയർ സർഫസിൽ ഇവിടെ ഒരു നടുവിലൊരു ഗ്രൂവ് ഉണ്ട്. സോ ഒരു ഗ്രൂവ് ഉണ്ട്. ഞാൻ ഈ റെഡ് കളറിൽ പേന എടുത്തതിന് കാരണം ആ ഗ്രൂവിന്റെ പേര് ബേസിലാർ ഗ്രൂവ് എന്നാണ്. സോ ബേസിലാർ ഗ്രൂവ് മീൻസ് അവിടെ ഒരു ആർട്ടറി ഉണ്ട്. ആ ആർട്ടറിയുടെ പേര് ബേസിലാർ ആർട്ടറി എന്നാണ്. ബേസിലാർ ആർട്ടറി ഇവിടെ ഇരിപ്പുണ്ട്. സോ മൂന്നാമത്തെ പോയിന്റ്, ബേസിലാർ ഗ്രൂവ് ഉണ്ട്, ബേസിലാർ ആർട്ടറി ഉണ്ട്. ബേസിലാർ ആർട്ടറിയെ പറ്റി നമ്മൾ സർക്കിൾ ഓഫ് വില്ലിസ് അതിനകത്ത് പറഞ്ഞാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഫോർത്ത് പോയിന്റ് നമുക്ക് പറയാനുള്ളത്, മുൻവശത്ത് ആന്റീരിയർ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രയേഷൻസ് കാണാം. ഇങ്ങനെ സ്ട്രയേഷൻസ് ഉണ്ട്. ഇതിന് കാരണം ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വട്ടം പോകുന്നതാണ്. ട്രാൻസ്വേഴ്സ്ലി റണ്ണിങ് ഫൈബേഴ്സ് ആണ്. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഫൈബേഴ്സ് പോകുന്നത്, ഇത് പോൺസ് ആണ്. പോൺസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് സെറിബെല്ലത്തിലേക്കാണ്. സോ സെറിബെല്ലത്തിലേക്ക് പോകുന്ന ട്രാക്സുകളാണ് ഈ മുൻവശത്ത് ഇങ്ങനെ കാണുക. സോ പോൺസിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ പോണ്ടോ സെറിബെല്ലൈ എന്ന് നമുക്ക് വിളിക്കാം, പോണ്ടോ സെറിബെൽ. പക്ഷേ ഇത് ആദ്യമേ വരുന്നത് കോർട്ടക്സിൽ നിന്നാണ്. കോർട്ടക്സ് ഓഫ് ദ ബ്രെയിൻ മുകളിൽ നിന്ന് രണ്ട് വശത്തു നിന്നും വരുന്നുണ്ട്. സോ അപ്പൊ ഇത് കോർട്ടിക്കോ, പോണ്ടോ സെറിബെല്ലാർ ട്രാക്സ്. സംഭവം ഇതാണ്. ആൻഡ് ഇതിനെ വേറൊരു പേരുണ്ട്, സിമ്പിൾ പേര്. അതിനെ നമ്മൾ മീഡിയൻ പെഡങ്കിൾസ് എന്നാണ് വിളിക്കുക. പെഡങ്കിൾസ്. സോ പെഡങ്കിൾസ് മറ്റൊരു പേരാണ്. ഇപ്പൊ ട്രാക്റ്റിന് നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചിട്ടുണ്ട്. സോ മീഡിയൻ പെഡങ്കിൾസ് ഓഫ് സെറിബെല്ലമാണ് ഈ സംഭവം. സോ സെറിബ്രത്തെയും, മുകളിലെ സെറിബ്രത്തെയും സൈഡിലുള്ള സെറിബെല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പണി ഓഫ് പോൺസ്. പോൺസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്രിഡ്ജ് എന്നാണ്, പാലം. എന്ത് തമ്മിലുള്ള പാലമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സെറിബ്രവും സെറിബെല്ലവും തമ്മിലുള്ള ഒരു പാലമാണ് പോൺസ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് പറയാനുള്ളത് അഞ്ചാമത്തെ ക്രേനിയൽ നെർവിനെ കുറിച്ചിട്ടാണ്. അഞ്ചാമത്തെ ക്രേനിയൽ നെർവിന്റെ ഭാഗങ്ങൾ പേര് എന്ന് പറയുന്നത് ട്രൈജെമിനൽ നെർവാണ്. സോ ട്രൈജെമിനലിന്റെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ മെഡുല്ല പഠിച്ചപ്പോഴും അഞ്ചാമത്തെ നെർവിനെ കുറിച്ച് പറഞ്ഞു. ഇനി മിഡ് ബ്രെയിൻ പറയുമ്പോഴും നമ്മൾ പറയും, ആൻഡ് പോൺസിലും പറയുന്നു. പക്ഷെ ഇത് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അത് പോൺസിൽ നിന്നാണ്. സോ എക്സിറ്റ് ഓഫ് ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് ഈസ് ഫ്രം പോൺസ്. അപ്പൊ ഇനി ആറാമത്തെ പോയിന്റ്, സിക്സ്ത് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഓൾറെഡി പറഞ്ഞതാണ് മെഡുല്ല വീഡിയോയിൽ. പോൺസിന്റെയും ഇത് പോൺസ് ആണ്, ഇതിന്റെ അടിയിൽ മെഡുല്ലയാണ്. പോൺസിന്റെയും മെഡുല്ലയുടെയും ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മോർ ഇൻ ദ പോൺസ്, അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 3 ക്രേനിയൽ നെർവുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേതൊക്കെയായിരുന്നു? എട്ടാമത്തെ ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെ തന്നെ എഴുതണം. എട്ടാമത്തെ, ഏഴാമത്തെ ആൻഡ് ഓൾസോ ആറാമത്തെ ക്രേനിയൽ നെർവ്. വെസ്റ്റിബുലോ കോക്ലിയർ, ഫേഷ്യൽ ആൻഡ് ഓൾസോ അബ്ഡ്യൂസൻസ്. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ക്രേനിയൽ നെർവ്സ് വരുന്നു. ഏതൊക്കെയാണ്? ഞാനിവിടെ 8, 7, 6 എന്ന് എഴുതുകയാണ്. അപ്പൊ ഇനി ഏഴാമത്തെ പോയിന്റ്, പോൺസിന്റെ പിറകുവശത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് റെറ്റിക്കുലാർ ഫോർമേഷൻ ആണ്. റെറ്റിക്കുലാർ ഫോർമേഷന്റെ ഭാഗങ്ങളാണ്. ആൻഡ് പിറകുവശത്ത് നമുക്ക് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ, മുകളിലും പുറകിലും ഇൻഫീരിയർ ആൻഡ്
സുപ്പീരിയർ ഇവിടെ കാണാൻ പറ്റില്ല. സെറിബെല്ലാർ പെഡങ്കിൾ. സോ മീഡിയൻ പെഡങ്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ സുപ്പീരിയർ പെഡങ്കിൾ ഇവിടെ കാണും, ഇൻഫീരിയർ പെഡങ്കിളും ഇവിടെ കാണും, പക്ഷെ അടിവശത്താണ്. സോ 7ാമത്തെ പോയിന്റ്, റെറ്റിക്കുലാർ ഫോർമേഷൻ ആൻഡ് പെഡങ്കിൾസ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് ഇവിടെയുണ്ട് സൈഡിലായിട്ട്. ഇനി ഇതിന്റെ പുറകുവശത്ത് തന്നെ നടുവിൽ ഒരു തള്ളി നിൽക്കുന്ന പുറകുവശമാണ് കേട്ടോ, നടുവിൽ ബമ്പ് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഫേഷ്യൽ കോളിക്കുലസ് എന്നാണ്, ഫേഷ്യൽ കോളി. ഇനി നമ്മൾ ഈ പോൺസിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലെവലിൽ നിന്ന് എടുക്കാം. ഇത് അപ്പർ പോൺസ് ലെവലാണ്, മുകൾ ഭാഗം. ഇത് ലോവർ പോൺസ് ലെവലാണ്. എവിടെ നിന്ന് സെക്ഷൻ എടുത്താലും പോൺസിന് 2 ഭാഗങ്ങളായിരിക്കും കാണുക. മുൻഭാഗം, ഈ ഭാഗത്തെ നമ്മൾ ബേസിലാർ പാർട്ട് എന്നാണ് വിളിക്കുക, ബേസിലാർ പാർട്ട്. ആൻഡ് പിറകുവശം നമ്മൾ ഈ പേര് ഓർത്ത് വെച്ചാൽ വേറെ സ്ഥലത്ത് ഉപകാരപ്പെടും, ടെഗ്മെന്റൽ പാർട്ടാണ്. ടെഗ്മെന്റൽ പുറകുവശം, അപ്പോൾ ടെഗ്മെന്റൽ പാർട്ട്. ഇതിൽ ഈ മുൻഭാഗം ബേസിലാർ പാർട്ട് അത് അപ്പർ പോൺസിനായാലും ലോവർ പോൺസിനായാലും അപ്പർ പോൺസിനായാലും സെയിം ആണ്. ഇവിടെ ധാരാളം പോൺടൈൻ ന്യൂക്ലിയസ് ആണല്ലോ. സോ ഈ വരച്ചിരിക്കുന്ന എല്ലാം പോൺടൈൻ ന്യൂക്ലിയ ആണ്. പോൺടൈൻ ന്യൂക്ലിയ എന്ന് വെച്ചാൽ എവിടെ നിന്ന് വരുന്ന വെച്ചാൽ സെറിബ്രത്തിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യപടി. അപ്പൊ സെറിബ്രത്തിൽ മുകളിൽ നിന്ന് വരിക എന്നായിരിക്കും, അത് ഇവിടെ എത്തുന്നു. ദെൻ സെറിബെല്ലത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന്. അത് മീഡിയൻ പെഡങ്കിൾസ് ആണ്. സോ അതിന്റെ ന്യൂക്ലിയസുകളാണ് ഇരിക്കുന്ന പോൺടൈൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം. ഇനി ബ്രെയിനിൽ നിന്ന് മെഡുല വഴി സ്പൈനൽ കോഡിലേക്കും പോകണം അല്ലെ. സ്പൈനൽ കോഡിലേക്ക് പോകുന്ന ധാരാളം ട്രാക്റ്റുകൾ ഉണ്ട്. അപ്പോൾ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ്, അതും ഇതിലൂടെ തന്നെ കടന്നു പോകണം. അതിന്റെ ന്യൂക്ലിയസും ഇവിടെ കാണും, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സിന്റെ ന്യൂക്ലിയസ്. ദെൻ പിറകുവശം, ഈ പിറകുവശം ഞാൻ ഇത് ലോവർ ആണ്, ഇത് അപ്പർ ആണ്. ലോവറിൽ നമുക്കിവിടെ 4th വെൻട്രിക്കിളിന്റെ ചെറിയൊരു ഭാഗം കാണാൻ പറ്റും. അപ്പറിൽ പക്ഷെ അതില്ല, 4th വെൻട്രിക്കിളിന്റെ റൂഫ് കഴിഞ്ഞു. പിറകുവശം സ്പൈനൽ കോഡ് മുതൽ, സ്പൈനൽ കോഡിന്റെ പിറകുവശം നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞാണ്. സ്പൈനൽ കോഡിന്റെ പിറകുവശം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ പിറകുവശം എന്ന് പറയുന്നത് എന്തായിരുന്നു, സെൻസറി ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു ബ്രെയിനിലേക്ക് പോകുന്നതാണ്, അസെൻഡിങ് ട്രാക്സ് ആണ്. സോ അപ്പോൾ ഇവിടെയും എല്ലാം പിറകുവശം ടെഗ്മെന്റൽ പാർട്ട് എന്ന് പറഞ്ഞ അസെൻഡിങ് ട്രാക്സ് തന്നെ ആയിരിക്കും. മെഡുലയിലും അത് തന്നെ ആയിരുന്നു, ഇവിടെയും അതാണ്. ഇനി അടുത്ത മിഡ് ബ്രെയിൻ പറയുമ്പോഴും മിക്കവാറും അതൊക്കെ തന്നെ ആയിരിക്കും. സോ അതിലേക്ക് പോകുന്ന ധാരാളം ട്രാക്സുകൾ, അതിന്റെ ട്രാക്റ്റുകളാണ് ഈ വരച്ചിരിക്കുന്നത്. എല്ലാ ട്രാക്റ്റും, ഓരോ ട്രാക്റ്റും ഞാനിവിടെ പറയുന്നില്ല. ഇനി ടെഗ്മെന്റൽ ലോവർ പോൺസിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാക്ട് പറയുകയാണെങ്കിൽ നമുക്കതിനെ ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ. സോ സപ്പോസ് ദിസ് ഇസ് ഇൻഫീരിയർ സെറിബെല്ലാർ പെഡങ്കിൾ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുകളിൽ അപ്പർ പോൺസിൽ അപ്പോൾ ഏതായിരിക്കും, സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് ആയിരിക്കും കാണുക. ഇനി ചെവിയിൽ നിന്ന് വരുന്ന, അതായത് നമുക്ക് ചെവിയിൽ നിന്ന് വരുന്ന കോക്ലിയാർ ന്യൂക്ലിയയും അവിടെ ഉണ്ട്, കോക്ലിയാർ ന്യൂക്ലിയ. മറ്റ് ന്യൂക്ലിയകളാണ് ഈ പടം കുത്ത് ഓരോന്നിന്റെയും പേര് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. 10ാമത്തെ പോയിന്റ്, ഫൈനൽ പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് പോൺസ് ആണ് നമുക്ക് പറയേണ്ടത്. പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താ, കണക്ട് സെറിബ്രൽ കോർട്ടക്സ് വിത്ത് സെറിബെല്ലം. മുകളിലുള്ള സെറിബ്രവും അതിന്റെ കോർട്ടക്സ്, സെറിബ്രൽ കോർട്ടക്സ് വിത്ത് സെറിബെല്ലം, സെറിബെല്ലമായിട്ട് കണക്ട് ചെയ്യണം. അതിന് പോൺസിലൂടെ കടന്നു പോകണം. സോ ഇറ്റ്സ് ദ ബ്രിഡ്ജ് ദാറ്റ് കണക്ട് ദ സെറിബ്രം ആൻഡ് സെറിബെല്ലം. സോ ഇതിനുള്ള ന്യൂക്ലിയർ ട്രാക്റ്റുകളാണ് ഇതിലൂടെ പോകുക. ഇനി മുകളിൽ നിന്ന് മിഡ് ബ്രെയിൻ എക്സെട്രാ വരുന്ന പിരമിഡൽ ട്രാക്സും ഇതിലൂടെ കടന്നു പോകണം അല്ലെ. ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രാക്സ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ഇതിലൂടെ കടന്നു പോകണം. അപ്പൊ അതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ ക്രീനിയൽ നെർവ് ഏതെല്ലാമാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, 8, 7, 6 ആൻഡ് 5 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി 4ാമത്തെ പോയിന്റ് മെഡുലയിൽ നിന്ന് തുടങ്ങി തലാമസ് വരെ പോകുന്ന മീഡിയൽ ലെംനിസ്കസ് ഒക്കെ ഇതിലൂടെയാണ് പോവുക. മീഡിയൽ ലെംനിസ്കസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൂടെ പോകും. സോ ബേസിക്കലി അപ്പൊ ഇത്രയും പറഞ്ഞൊക്കെ എന്തായിരുന്നു, ഇതെല്ലാം പല സ്ഥലത്തുനിന്ന് പല സ്ഥലത്തേക്ക് പോകുന്ന ട്രാക്റ്റുകളെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ അതിന്റെ ന്യൂക്ലിയസുകളും ചിലപ്പോൾ ഇവിടെ കണ്ടേക്കാം. സോ ട്രാക്ട്സ് ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയസ് ആണ് പോൺസിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഇനി അപ്പോൾ 6ാമത്തെ പോയിന്റ് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് റെസ്പിറേഷൻ നിയന്ത്രിക്കുന്ന, റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്ന 2 സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്, ദെൻ അപ്നൂസ്റ്റിക് സെന്റർ. സോ ഇത് നമ്മൾ മെഡുലയിൽ പറഞ്ഞു, മെഡുലയിലാണ് റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. അവിടെയുള്ള VRG, മറ്റേ DRG പോലെയുള്ള അവിടെയുള്ള ന്യൂക്ലിയസിന്റെ ഒരു അപ്പർ ലെവൽ കൺട്രോൾ ആണ് ന്യൂമോടാക്സിക് സെന്റർ ആൻഡ് അപ്നൂസ്റ്റിക് സെന്റർ ചെയ്യുന്നത്. ഇനി 7ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ വെസ്റ്റിബുലാർ ന്യൂക്ലിയ ഇവിടെയാണ്, വെസ്റ്റിബുലാർ ന്യൂക്ലിയം ഇവിടെ. സോ ഇതാണ് പോൺസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മിഡ് ബ്രെയിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. മിഡ് ബ്രെയിൻ, സോ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. മെസെൻസെഫലോൺ ആണ്. എല്ലാത്തിനും ഇങ്ങനെ ഒരു പേരുണ്ട് അല്ലെ, മെസെൻസെഫലോൺ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് മീസോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. മീസോ വെരി ഫേമസ്. സോ നമ്മളിത് പഠിക്കുന്നതിന് അടുത്ത വർഷം ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനാണ്. മീസോ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ മിഡ് ബ്രെയിനിൽ നിന്ന് എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് മീസോ കോർട്ടിക്കൽ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്വേ
എന്ന് വെച്ചാൽ മിഡ് ബ്രെയിനിൽ നിന്ന് കോർട്ടക്സിലേക്കുള്ള പാത്വേ ആണ്. ഇനി അപ്പം മീസോ ലിംബിക് പാത്വേ എന്ന് പറഞ്ഞാലോ, മീസോ ലിംബിക് പാത്വേ എന്ന് വെച്ചാൽ മിഡ് ബ്രെയിനിൽ നിന്ന് ലിംബിക് സിസ്റ്റം ആയിട്ടുള്ള ന്യൂക്ലിയസ് അക്കംബൻസ് അങ്ങോട്ടേക്കുള്ള പാത്വേ ആണ് മീസോ ലിംബിക് പാത്വേ. വേറൊരു പാത്വേ നൈഗ്രോസ്ട്രയാറ്റൽ പാത്വേ ആണ്. നൈഗ്രോസ്ട്രയാറ്റൽ പാത്വേ എന്ന് വെച്ചാൽ മിഡ് ബ്രെയിനിന്റെ ഒരു ഭാഗമായിട്ടുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര, നൈഗ്രയിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് നൈഗ്രോ. അവിടെ നിന്ന് ബേസൽ ഗാംഗ്ലിയയിലേക്കുള്ള പാത്വേ ആണ്, സ്ട്രയേറ്റത്തിലേക്കുള്ള പാത്വേ ആണ് നൈഗ്രോസ്ട്രയാറ്റൽ പാത്വേ. സോ ഇവിടെ എല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഡോപ്പമിൻ ആണ് എന്ന് കൂടി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, സോ ഇത് നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതാണ് മീസോ. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക, മിഡ് ബ്രെയിനെ കുറിച്ചിട്ട്. 10 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിഡ് ബ്രെയിനെ കുറിച്ചിട്ട് പറയാം. ദിസ് ഇസ് പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? 1 മെഡുല്ല, 2 പോൺസ് ആൻഡ് തേർഡ് വൺ ആണ് മിഡ് ബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇതാണ്, ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമാണ്. ദെൻ ഇനി നമുക്ക് എന്ത് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോൺസിന്റെ മുകളിലാണ്. ഇതാണ് പോൺസ്, അതിന്റെ മുകളിലാണ്. ഞാനിവിടെ പോൺസ് വരച്ചു, അതിന്റെ മുകളിലാണ് ദിസ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമുക്ക് എന്തിന്റെ താഴെയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പടം വരച്ചത്. എന്തിന്റെ താഴെയാണെന്ന് വെച്ചാൽ ഇവിടെ തലാമസ് ഇരിപ്പുണ്ട്. ദിസ് ഈസ് തലാമസ്. സോ തലാമസിന്റെ തൊട്ട് താഴെയാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ പറയാവുന്നത് ഇത് ഹൈപ്പോ തലാമസ് ആണ്, ഇത് പിറ്റ്യൂട്ടറി ആണ്. ഇങ്ങനെ വരയ്ക്കാം, ഇത് പിറ്റ്യൂട്ടറി. സോ ഹൈപ്പോ തലാമസിന്റെയും തലാമസിന്റെയും ഒക്കെ പേര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡൈഎൻസെഫലോൺ എന്ന വാക്കാണ് പറയാ, ഡൈഎൻസെഫലോൺ. സോ ഇറ്റ് ഈസ് ബിലോ ഡൈഎൻസെഫലോൺ. ഡൈഎൻസെഫലോണിന്റെ താഴെയാണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇരിക്കുന്ന സ്ഥലം, ഈ ഇരിക്കുന്ന സ്ഥലത്തെ ഒരു പ്രത്യേക പേരുണ്ട്, അതിനെ നമ്മൾ ടെൻറ്റോറിയൽ നോച്ച് എന്നാണ് പറയാ. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ടെൻറ്റോറിയൽ നോച്ചിലാണ് എന്നും നമുക്ക് എഴുതാം. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റ് നമ്പർ 1ന്റെ കൂടെ തന്നെ നമുക്ക് എഴുതാം, മിഡ് ബ്രെയിൻ ഇസ് ദ ഷോർട്ടസ്റ്റ് വൺ. ഇതാണ് അല്ലേ വരച്ചിരിക്കുന്നതിൽ ഏറ്റവും ചെറുതാക്കി ഞാൻ വരച്ചിരിക്കുന്ന ഇതാണ് ഷോർട്ടസ്റ്റ്. ഒരു 2 സെന്റിമീറ്റർ മാത്രമേ നീളം ഉള്ളൂ. ആൻഡ് തൊട്ട് മുന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് സൈഡിലൊക്കെ ആയിട്ട് ഇത് ഹൈപ്പോ തലാമസ് നമുക്ക് കാണാം. ഹൈപ്പോ തലാമസിന്റെ ഉള്ളിൽ തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്. അപ്പൊ തേർഡ് വെൻട്രിക്കിളിനകത്ത് എന്താ ഉള്ള CSF. സോ തേർഡ് വെൻട്രിക്കിൾ മുമ്പിലുണ്ട്, ഹൈപ്പോ തലാമസ് ഇങ്ങനെ ഉണ്ട്. ദെൻ തൊട്ട് മുമ്പിൽ ഇവിടെ ആയിട്ട് പിറ്റ്യൂട്ടറി ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഏരിയയിലായിട്ട് പൈനിയൽ ഓർ പീനിയൽ ഗ്ലാൻഡ് നമുക്ക് കാണാം. ഇത് ഒപ്റ്റിക് ചയാസമാണ്, ഇത് മാമല്ലറി ബോഡിയാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും. മിഡ് ബ്രെയിനിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത് സെറിബ്രൽ പെഡങ്കിൾസ് ആണ്. സോ മിഡ് ബ്രെയിന് ഒരു ആന്റീരിയർ സർഫസ് ഉണ്ട്, അല്ലെങ്കിൽ മുൻഭാഗമുണ്ട്, ഒരു പോസ്റ്റീരിയർ സർഫസ്. ഈ പടം ആന്റീരിയർ ആണ്, മുൻഭാഗത്ത് നിന്ന് നോക്കുന്ന പടം. പിൻഭാഗം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. സോ മുൻഭാഗത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കാണുന്നതാണ് ഈ കളറിൽ ഞാൻ വരുന്നത്. ഇതാണ് നമ്മൾ ഈ പറയുന്നത് എന്ത്, പെഡങ്കിൾ, സെറിബ്രൽ പെഡങ്കിൾസ്. പേര് തന്നെ സെറിബ്രൽ പെഡങ്കിൾസ് ആണ്. അപ്പോൾ സെറിബ്രത്തിൽ നിന്ന് വരുന്നതാണ്, പോകുന്നത് എങ്ങോട്ടാണ്, തൊട്ടടിയിലെ പോൺസിലേക്ക് പോകുന്നതാണ്. സോ സെറിബ്രത്തിൽ നിന്ന് വന്ന് പോൺസിലേക്ക് പോകുന്ന ആ സംഭവങ്ങൾ, ട്രാക്റ്റുകളാണ് മുൻഭാഗത്ത് ഇങ്ങനെ നിറയെ. അത് ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കുകയാണ് മുൻഭാഗം. സോ ഡിസെൻഡിങ് കോർട്ടിക്കുലാർ ഫൈബേഴ്സ് ആണ് ഇത് എല്ലാം. സോ അതിന്റെ പേര് കൂടി എഴുതിയേക്കാം, പെഡങ്കിൾസ്, ഓർ കൃത്യമായിട്ട് പറഞ്ഞാൽ സെറിബ്രൽ പെഡങ്കിൾസ് ആണ്. ആൻഡ് പിറകിൽ, ഇതിന്റെ പിറകിൽ നടുവിലായിട്ട് നമുക്കൊരു ഇന്റർ പെഡങ്കുലാർ ഫിഷർ, 2 പെഡങ്കിൾസിന് നടുവിലുള്ള ഒരു ഫിഷർ നമുക്ക് ഇതിന്റെ നടുവിലായിട്ട്. ആൻഡ് ഇനി ഞാൻ പറയുന്നത് ഈ സെറിബ്രൽ പെഡങ്കിൾസിനെ ഇങ്ങനെ കടന്നു പോകുന്ന, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന്റെ പേര് ഏറ്റവും മുകളിലൂടെ പോകുന്നത് ഓപ്റ്റിക് ട്രാക്ട് ആണ്. ഓപ്റ്റിക് ട്രാക്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കണ്ണിൽ നിന്ന് കണ്ണിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്, അപ്പോൾ ഓപ്റ്റിക് ട്രാക്ട് പറഞ്ഞതാണ്. ദെൻ പിന്നെ ഉള്ളത്, പിന്നെ ഒരു വെയിൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, അതിന്റെ പേര് ബേസൽ വെയിൻ എന്നാണ്. ദെൻ പുറകിലുള്ള പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ഇതിനെ കവച്ചു വെച്ച് പോകുന്നുണ്ട്. ദെൻ സുപ്പീരിയർ മുകളിലുള്ള സെറിബെല്ലാറിന്റെ സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറിയും ഇതിനെ കടന്നു പോകുന്നു. സോ ഈ 4 സ്ട്രക്ചേഴ്സ് ആണ് ഈ സെറിബ്രൽ പെഡങ്കിൾസിനെ കടന്നു പോകുന്ന ഭാഗങ്ങൾ. അപ്പൊ ഇനി പോയിന്റ് നമ്പർ 3, മൂന്നാമത്തെ പോയിന്റ്, മിഡ് ബ്രെയിനിൽ നിന്നും എന്തുണ്ട്, ക്രേനിയൽ നെർവ്സ് പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം വേണമെങ്കിൽ പറയാം. നമ്മൾ 12 തൊട്ട് തുടങ്ങി മെഡുല്ലയിൽ നിന്ന് അവിടെ 5 വരെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ 4ാമത്തെയും 3ാമത്തെയും ആയിരിക്കും ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക. സോ 4th വൺ ഈസ് ക്രേനിയൽ നെർവ്. നമ്പർ 4 ട്രോക്ലിയർ നെർവ് ആണ്. ട്രോക്ലിയർ നെർവ് പിറകിലാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്, എന്നിട്ട് സൈഡിൽ കൂടിയാണ് വരിക. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദെൻ മൂന്നാമത്തത് ക്രേനിയൽ നെർവ് നമ്പർ 3. ക്രേനിയൽ നെർവ് നമ്പർ 3 ഒക്കുലോ മോട്ടോർ നെർവുകളാണ്.
നെർവുകളാണ്. ഒക്കുലോമോട്ടോർ നെർവ്, കണ്ണിലേക്ക് പോകുന്ന നെർവുകളാണ്. സോ സെറിബ്രൽ പെഡങ്കിൾസിന്റെ നടുവിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ഇനി മിഡ് ബ്രെയിന്റെ പിറകുവശം നോക്കി കഴിഞ്ഞാൽ ഈ പടം കണ്ട ഇച്ചിരി കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു പടം വരയ്ക്കാം. ഇത് മിഡ് ബ്രെയിൻ ആണെന്ന് വിചാരിച്ചാൽ ഈ ഭാഗമാണ് നമ്മൾ പറയുക. ഇത് മുൻവശമാണ്. ഇവിടെയാണ് മറ്റേ ഹൈപ്പോതലാമസും മറ്റു സംഭവങ്ങളൊക്കെ ഇരിക്കുക. ഓക്കെ, അതുപോട്ടെ. നമുക്ക് പിറകുവശം. ഈ പിറകുവശം എന്ന് വെച്ചാൽ 4 റൗണ്ടഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ ഇങ്ങനെയാണ് എപ്പോഴും മിഡ് ബ്രെയിൻ വരയ്ക്കുമ്പോൾ 2 ഉണ്ട്, അപ്പുറം ഉണ്ട്. ഇത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിലും ഉണ്ടായ പോലെ ഇങ്ങനെ ഉണ്ട്. സോ അതാണ് ഈ കാണുന്നത്. ഈ 2 ഉണ്ട, മുകളിൽ 2 ഉണ്ട, താഴെ 2 ഉണ്ട. ഈ ഉണ്ടകളെ കോലിക്കുലൈ എന്നാണ് വിളിക്കുക. കോലിക്കുലൈ. അപ്പൊ മുകളിലുള്ള ഉണ്ടകളെ നമ്മൾ സുപ്പീരിയർ കോലിക്കുലൈ എന്ന് വിളിക്കും. അപ്പൊ ഇനി താഴത്ത് നിങ്ങൾ തന്നെ പേരിട്ടോ ഇൻഫീരിയർ കോലിക്കുലൈ. ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ കോലിക്കുലൈ ഉണ്ട്. ഈ 4 കോലിക്കുലകളെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോർപ്പോറ ക്വാഡ്രിജെമിന സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പുകളായാൽ സൾക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ 5ാമത്തെ പോയിന്റ് ഇനിയും പിറകുവശത്ത് തന്നെയാണ്. അതിന്റെ പിറകിലായിട്ട് ഇതാ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ പേര് പൈനിയൽ ഗ്ലാൻഡ് എന്നാണ്. പൈനിയൽ ഗ്ലാൻഡ്. അപ്പൊ ഏകദേശം എന്താ ഇവിടെ ആയിട്ടായിരിക്കും പൈനിയൽ ഗ്ലാൻഡ് ഇരിക്കുക. ഇനി ഫോർത്ത് വെൻട്രിക്കിളിന്റെ റൂഫ് വന്ന് ചേരുന്ന സ്ഥലവും ഇവിടെയാണ്. അതിനെ നമ്മൾ വിളിക്കുക ഫ്രെനുലം വെലായ്. ഫ്രെനുലം വെലയും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ 6ാമത്തെ പോയിന്റ് ഇനിയും പിറകുവശത്ത് തന്നെയാണ്. സെറിബെല്ലത്തിലേക്ക് പോകുന്ന പെഡങ്കിൾസ് കാണും. മിഡ് ബ്രെയിനിൽ നിന്ന് സെറിബെല്ലത്തിലേക്ക് പോകുന്ന പെഡങ്കിൾസ് ആണ് ഇതും. പെഡങ്കിൾസ് വലിയ പെഡങ്കിൾസ് ആണ്. സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് ആണ്. ഓക്കെ, സോ മിഡ് ബ്രെയിനിൽ നിന്നും സെറിബെല്ലത്തിലേക്ക് അപ്പോൾ പെഡങ്കിൾസ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പേര് സുപ്പീരിയർ. ഇതാണ് സുപ്പീരിയർ സെറിബെല്ലാർ പെഡങ്കിൾസ് ആണ് ഈ കാണുന്നത്. ഇനി 7ാമത്തെ പോയിന്റ് നമ്പർ 7 ഈസ് അബൌട്ട് TS. നമ്മളൊരു TS ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്താൽ, അങ്ങനെ മിഡ് ബ്രെയിനിന്റെ സെക്ഷൻ എടുത്താൽ ഒരു ടിപ്പിക്കൽ പിക്ചർ ഇതേപോലെ ആയിരിക്കും കിട്ടുക. സോ ഇതാണ് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഞാൻ ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ ഒരു ബനിയൻ തലതിരിച്ചത് അതിന്റെ കൈയാണെങ്കിൽ കൈയുള്ള ബനിയൻ തലതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതേപോലെയാണ് ഇരിക്കുക. ഓക്കെ, ആൻഡ് സെക്ഷൻ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാന്ന് വെച്ചാൽ സുപ്പീരിയർ കോലിക്കുലസ് ഉള്ള ഭാഗത്ത് നിന്ന് എടുക്കാം, ഇൻഫീരിയർ കോലിക്കുലസ് എന്ന്. എങ്ങനെ വരച്ചാലും സംഭവം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അവിടെയുള്ള ആ ന്യൂക്ലിയസുകളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം. ആൻഡ് നടുവിൽ ഒരു തുളയുണ്ട്. സോ ഇത് പോസ്റ്റീരിയർ പാർട്ടാണ്, പുറകുവശമാണ്. ഇത് മുൻഭാഗമാണ്. ഇത് മുൻഭാഗം അല്ലെങ്കിൽ ആന്റീരിയർ മുൻഭാഗമാണ്. ഇത് പുറകുവശമാണെന്ന് മനസ്സിൽ വിചാരിക്കുക. പുറകുവശത്താണ് അപ്പോൾ ഈ തുളയുള്ളത്. ഈ തുള എന്തുമായിരുന്നു? ഈ തുള 3rd വെൻട്രിക്കിൾ ടു 4th വെൻട്രിക്കിളിനെ ബന്ധിപ്പിക്കുന്ന സെറിബ്രൽ അക്വാഡക്റ്റ് ആണ്. അപ്പൊ അതിന് ചുറ്റുമുള്ള ഈ ഭാഗം ഞാൻ വരച്ചിരിക്കുന്നത് ചുറ്റുമുള്ളത് പെരിയാണ്. അക്വാഡക്റ്റ് ആണ്. അക്വാഡക്റ്റൽ ഗ്രേ മാറ്റർ. നമ്മൾ ഈ അക്വാഡക്റ്റിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഒരു വര അങ്ങ് വരച്ചാൽ അതിന് മുകളിലുള്ള ഭാഗം, മുകളിൽ എന്ന് വെച്ചാൽ ഇവിടെ മുകളിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് പിറകു ഭാഗമാണ്. അതിന്റെ പിറകു ഭാഗത്തെ നമ്മൾ ടെക്ടം എന്നാണ് വിളിക്കുക. സോ ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദ ടെക്ടൽ ഏരിയ. ആൻഡ് ഇതിന് മുന്നിലുള്ള എല്ലാ ഭാഗവും, ഇത് കഴിഞ്ഞ് ഇപ്പുറത്തേക്കുള്ള ഈ ഫുൾ ഭാഗത്തെ നമുക്ക് പെഡങ്കുലാർ റീജിയൻ എന്ന് വിളിക്കാം. ആൻഡ് പെഡങ്കുലാർ റീജിയത്തിന്റെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഭാഗം, ഇത്രയും ഭാഗത്തെ നമ്മൾ വിളിക്കുക ടെക്മെന്റം എന്നാണ്. അപ്പോൾ ഇതിന് ടെക്ടം ഉണ്ട്, ടെക്മെന്റം ഉണ്ട്. ഈ പെഡങ്കുലാർ ഭാഗം മാത്രം, ഇത്രയും ഭാഗം മാത്രം നമ്മൾ വിളിക്കുക ക്രസ് സെറിബ്രൈ എന്ന് വിളിക്കും. അപ്പൊ ഇതെന്താണ്? ഇതിനിടയിൽ ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നത്. സോ ഇത്രയും ഭാഗങ്ങൾ, ഒരു ടെക്ടം ഉണ്ട്, ടെഗ്മെന്റം ഉണ്ട്, അത് കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആണ്, അത് കഴിഞ്ഞാൽ ക്രസ് സെറിബ്രൈ. സോ ഇങ്ങനെ 4 ഭാഗങ്ങൾ നമുക്ക് മിഡ് ബ്രെയിനിൽ കാണാൻ പറ്റും. ആൻഡ് എവിടെ നമ്മൾ മുറിച്ചാലും, സുപ്പീരിയർ കോലിക്കുലൈ വെച്ച് മുറിച്ചാലും ഇൻഫീരിയർ കോലിക്കുലൈ വെച്ച് മുറിച്ചാലും നമുക്ക് ഈ ദിസ് ക്രസ് സെറിബ്രൈയും കാണാം, സബ്സ്റ്റാൻഷ്യ നൈഗ്രയും സെയിം ആയിരിക്കും. ആൻഡ് ഈ ക്രസ് സെറിബ്രൈ എന്തുവാണ്? നമ്മൾ ആദ്യത്തെ പടം കണ്ടു കഴിഞ്ഞാണ്. ദീസ് ആർ നത്തിങ് ബട്ട് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ട്രാക്ക്. മുകളിലേക്കും താഴേക്കും പോകുന്ന സെറിബ്രൽ പെഡങ്കിൾസ് നമ്മൾ പറഞ്ഞു. സെറിബെല്ലാർ അല്ല, സെറിബ്രൽ പെഡങ്കിൾസ് ആണ് ഈ കാണുന്നത്. സോ അതാണ് പെഡങ്കുലാർ പാർട്ട്. അതിങ്ങനെ തരംതിരിച്ച് ഇങ്ങനെ പലതായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര ഒരു പിഗ്മെന്റഡ് കറുത്ത നിറമാണ്. നൈഗ്ര എന്ന് പറഞ്ഞാൽ തന്നെ ബ്ലാക്ക് ആണ് അല്ലെ. സബ്സ്റ്റാൻഷ്യ നൈഗ്ര ബ്ലാക്ക് ബിക്കോസ് ഓഫ് മെലാനിൻ പിഗ്മെന്റ് ധാരാളം ഉള്ള ന്യൂക്ലിയസുകളുള്ള അല്ലെങ്കിൽ സെൽ ബോഡീസ് ഉള്ള ന്യൂറോൺസ് ആണ് അവിടെ ഇരിക്കുന്നത്. ആൻഡ് ഇതിനൊരു മുൻവശമുണ്ട്, ഒരു പുറകുവശമുണ്ട്. ഇത് മുൻവശമാണ്, ഇത് പുറകുവശം. ആൻഡ് മുൻവശം എന്ന് പറയുന്നത് ഇത് സബ്സ്റ്റാൻഷ്യ പാർസ് റെറ്റിക്കുലേറ്റ ആണ്. അതാ ഇങ്ങനെയാണ് ഇരിക്കുക, പാർസ് റെറ്റിക്കുലേറ്റ. പക്ഷെ ഇത് അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാർസ് കോമ്പാക്ട്. സോ ഇവിടുന്നാണ് ഈ ന്യൂറോൺസുകൾ ബേസൽ ഗാംഗ്ലിയയിലേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് അവിടെ നിന്നൊക്കെ വരുന്നത് ആ ന്യൂറോൺസ് ആണ് ഉള്ളത്. ആൻഡ് ഇനി വേറെ ന്യൂക്ലിയസ് ഏതാണ്? 2 ക്രീനിയൽ നെർവ് ഉണ്ട്
ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ട്രോക്ലിയർ നെർവിന്റെ ന്യൂക്ലിയസ് ഇവിടെ നമുക്ക് കാണണം. സോ അത് ഇങ്ങനെ പോയിട്ട് പുറകുവശത്ത് കൂടിയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതിന്റെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ പിറകിൽ നിന്ന് എമർജ് ചെയ്യുന്ന ഏക ന്യൂക്ലിയസ് ആണ് ദിസ് ക്രേനിയൽ നെർവ് ആണ് ദിസ് ട്രോക്ലിയർ എന്നുള്ളത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ വരുന്ന ചേരുന്നത് മുൻവശത്ത് കൂടിയായിരിക്കും കേട്ടോ. പക്ഷെ പുറകിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ദെൻ ഇനിയുള്ളത് ഇൻഫീരിയർ കോലിക്കുലയാണ്. ഇൻഫീരിയർ കോലിക്കുല നമുക്ക് ഇൻഫീരിയർ കോലിക്കുല സെക്ഷൻ അവിടെ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഫീരിയർ കോലിക്കുല ഏകദേശം അടിയിലാണ്. സോ അത് നമുക്ക് കാണാൻ പറ്റും. അത് സ്വീകരിക്കുന്നത് ഓഡിറ്ററി സിഗ്നലാണ് ഇൻഫീരിയർ കോലിക്കുലായി. സുപ്പീരിയർ കോലിക്കുലയെ നമുക്ക് മുകളിലത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മൾ കാണുക. അത് വിഷൻ, കാഴ്ചയുമായിട്ട് ബന്ധമുള്ളതാണ്. സോ കാഴ്ചയുമായിട്ട് ബന്ധമുള്ളത് സുപ്പീരിയർ കോലിക്കുലയാണെങ്കിൽ കേൾവിയുമായിട്ട് ബന്ധമുള്ളത് ഇൻഫീരിയർ കോലിക്കുലയാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇനി വേറൊരു ഭാഗം നമ്മളിവിടെ കാണേണ്ടത് ഒരുപാട് ഏരിയകൾ ഇവിടെ ഉണ്ട്. ഒന്ന് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ആണ്. ഇവിടെ നിന്ന് കുറച്ച് നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ. ഇനി ഡോർസൽ ടെഗ്മെന്റൽ ഏരിയ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. എങ്കിലും ഞാൻ ഇത് മാത്രം ഇമ്പോർട്ടന്റ് മാത്രം എന്ന് പറഞ്ഞു പോകുന്നു. രണ്ടാമത്തെ ക്രേനിയൽ നെർവ് ഓക്കുലോമോട്ടോർ ന്യൂക്ലിയസ് ആണ്. അതിന്റെ ഓക്കുലോമോട്ടോർ നെർവിന്റെ അതിന്റെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. സോ ഓക്കുലോമോട്ടോർ നെർവിന്റെ ന്യൂക്ലിയസ് ക്രേനിയൽ നെർവ് നമ്പർ 3 അതിന്റെ ന്യൂക്ലിയസും ഇവിടെയാണ് ഉള്ളത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയതായിട്ട് ഇങ്ങനെ റെഡ് ന്യൂക്ലിയൊക്കെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതും കൂടി പറഞ്ഞേക്കാം. റെഡ് ന്യൂക്ലിയ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ബ്ലഡ് വെസൽസ് വരുന്നതുകൊണ്ടാണ് അവിടെ റെഡ് ന്യൂക്ലിയ ആയിട്ട് കാണുക. ഇനി പോൺസിൽ നിന്ന് സെർബ്രത്തിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള എല്ലാ ട്രാക്റ്റുകളും മിഡ് ബ്രെയിനിലൂടെ കടന്നു പോയേ പറ്റും അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ സ്പൈനൽ ലെംനിസ്കസ് കാണാം, തലാമിക് ലെംനിസ്കസ് കാണാം, മീഡിയൽ ലെംനിസ്കസ്, ഇങ്ങനെയൊക്കെ സെക്ഷൻ എടുത്ത് പല സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ദെൻ എഡിഞ്ചർ വെസ്പാൽ ന്യൂക്ലിയ ഉണ്ട്. ദെൻ അതുമായിട്ട് ബന്ധമുള്ള പ്രീടെക്ടൽ ന്യൂക്ലിയസ്, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഒരുപാട് ന്യൂക്ലിയസുകളുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ. ഞാൻ ഒരു 5-6 പറഞ്ഞിട്ടുള്ളൂ, ഒരു 50 പറയാം. അപ്പം നമുക്ക് ഫൈനലി ഇത് ഫങ്ഷൻസ് പറയാം. ഇതിന്റെ ഫങ്ഷൻസ് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? പല ഇമ്പൾസ് വന്നു ചേരുകയും പോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കണക്ടിങ് സ്റ്റേഷനാണ്. കണക്ടിങ് സ്റ്റേഷനായിട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ മിഡ് ബ്രെയിൻ. ദെൻ മിഡ് ബ്രെയിനിലെ നൈഗ്രോസ്ട്രാറ്റൽ പാത്വേ, ഇവിടെ നമുക്കറിയാം അവിടെ നിന്ന് ഡോപ്പമിനാർജിക് ന്യൂറോൺസ് എമർജ് ചെയ്യുന്ന ഭാഗമാണ്. ബ്രെയിനിൽ മൊത്തം ഇങ്ങനെ ഡോപ്പമിൻ ന്യൂറോൺസ് ഇങ്ങനെ പടർത്തി വിടുന്നത് ഇവനാണ്. ഓക്കെ, ഡോപ്പമിനാർജിക് പാർക്കിൻസൺസ് ഡിസീസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സൈക്കോസിസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് രോഗങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ പറഞ്ഞത് പോൺസിനെ കുറിച്ച് പറഞ്ഞു ആൻഡ് ഓൾസോ മിഡ് ബ്രെയിൻ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാത്രം അരച്ച് കലക്കി എടുത്തിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.